Hi dear students, welcome to Mohan School of Maths. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th ചാപ്റ്റർ അല്ലേ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സസൈസിലെ ആദ്യത്തെ 6 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഒരു 7ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ചോദ്യം ചെയ്യണം ഇന്ന്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഹെഡിങ്ങിലേക്ക് കൂടി പോകണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇറ്റ്സ് മീ മോഹൻ. So question number 7. Draw a square and a circle through all 4 vertices. Draw diameters parallel to the sides of the square and draw a polygon joining the endpoints of these diameters and the vertices of the square. Prove that this polygon is a regular octagon. Prove that this polygon is a regular octagon. See on the board. ഇവിടെ ചിത്രത്തിൽ അല്ലേ ഒരു സ്ക്വയർ ഉണ്ട്, ഒപ്പം എന്തുണ്ട്, ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ എല്ലാ വെർട്ടക്സിലൂടെയും കൂടി പാസ് ചെയ്യുന്ന എന്താണ്, സർക്കിളാണ് അല്ലേ. ഒരു സമചതുരമുണ്ട്, സമചതുരം വരച്ചിട്ടുണ്ട്. ആ സമചതുരത്തിൻ്റെ എല്ലാ മൂലകളിൽ കൂടി കടന്നു പോകുന്ന എന്തുകൊണ്ട്, ഒരു വൃത്തവും വരച്ചിട്ടുണ്ട്. ദെൻ സി ദിസ് ഈസ് എ ഡയമീറ്റർ parallel to 2 sides of what, the square. Again, this is another diameter parallel to what, these 2 sides. സമചതുരത്തിൻ്റെ 2 വശങ്ങൾക്ക് സമാന്തരമായി കൊണ്ട് വരച്ചിട്ടുണ്ട്, 2 വ്യാസങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ടോ ദെൻ എല്ലാ എൻഡ് പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ടു ഓൾ ദ എൻഡ് പോയിന്റ്സ് അല്ലേ. എല്ലാ മൂലകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു അഷ്ടഭുജം കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 8 വശങ്ങളുള്ള ഒരു ബഹുഭുജം അല്ലേ. 8-sided polygon is called what, an octagon. We can name that is A, B, C, D, E, F, G, H. A, B, C, D, E, F, G, H is what, an octagon. ഒരു അഷ്ടഭുജമാണ്. എന്താ നമുക്ക് തെളിയിക്കേണ്ടത്, we have to prove it is a regular octagon. എന്താണ്, ഒരു സമ അഷ്ടഭുജമാണ് തെളിയിക്കണം. റെഗുലർ ഒക്ടഗൺ ആണ് തെളിയിക്കണം. എല്ലാ വശങ്ങളും എന്താണ്, തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, ഈ ഒക്ടഗണിൻ്റെ ABCDEFGH എന്ന ഒക്ടഗണിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്, തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. സോ ഫസ്റ്റ് വി കൺസിഡർ ട്രയാങ്കിൾ AB. ലെറ്റ് ദിസ് പോയിന്റ് ഈസ് P. Triangle is ABP. So we consider what, triangle ABP and what, triangle CBP. Okay, നമ്മൾ ABP എന്ന ത്രികോണവും CBP എന്ന ത്രികോണം എന്താണ് പരിഗണിക്കുകയാണ്. ഓക്കെ, ABP and what, CBP. In these 2 triangles, which are the equal sides? ഇവിടെ AP is equal എന്താണ്, it is equal to CP ആണ്. AP is equal to CP. Why they are equal? Because this is the center of circle, no doubt, point of intersection of the diameter. 2 വ്യാസങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണെന്ത്, സെൻറ്റർ ആണ് അല്ലേ. ഈ സെൻറ്ററിൽ നിന്ന് if you draw a perpendicular, this is what, perpendicular ആണ്. Perpendicular from center what, bisects the chord എന്നാണ്. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം എന്ത് ചെയ്യുന്നു, ഞാണിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു. സോ AP യും CP എന്താണ്, തുല്യമാണ്. AP is equal to CP. Now what is PB? This PB is a common side അല്ലേ, പൊതുവായ വശമാണ്. സോ PB is equal to what, PB ആണെന്ന് എഴുതാം അല്ലേ. PB എന്താണ്, ഒരു പൊതുവായ വശമാണ്, കോമൺ സൈഡ് ആണ്. ആൾസോ this angle is what, 90, this angle is what, 90 degree. So angle APB is equal to what, angle CPB. Angle APB is equal to what, angle CPB ആണ്, 90 degree ആണ്. 2 വശങ്ങൾ തുല്യമാണ്, അവക്കിടയിലുള്ള എന്താണ്, കോണും തുല്യമാണ് അല്ലേ. അപ്പം if 2 sides and angle between the 2 sides of one triangle is equal to 2 sides and angle between the sides, then what, triangles are equal. ഒരു ത്രികോണത്തിന് 2 വശങ്ങളും അവക്കിടയിലുള്ള കോണും
മറ്റൊരു ത്രികോണത്തിന് രണ്ട് വശങ്ങളോടും അവക്കിടയിലുള്ള കോണിനോടും തുല്യമാണെങ്കിൽ എന്തായിരിക്കും? ത്രികോണങ്ങൾ തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈക്വൽ ട്രയാങ്കിൾസ്. സോ APB and what? CPB are equal triangles. Triangle APB and triangle CPB are equal. Triangles are equal. തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ if two triangles are equal, നമ്മൾ എന്താ പഠിച്ചുള്ളത്? അവയുടെ വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ? ഏത് വശങ്ങളാണ് തുല്യമായിരിക്കുക? ഏതാണോ തുല്യമായ കോണുകൾ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. Side opposite to equal angles are equal. ഇവിടെ this angle is 90 degree, this angle is also what? 90 degree. They are equal. So opposite to 90 degree AB and this here what? CB are what? Equal. AB and CB are equal. Therefore AB is equal to CB or BC എന്ന് എഴുതാം. AB യും CB എന്താണ്? തുല്യമാണ് അല്ലേ? AB എന്ന വശവും CB എന്ന വശവും നമുക്ക് എന്താണ്? തുല്യമാണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ എന്തായി? തുല്യമായി. സിമിലർലി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാറോ? ഈ ട്രയാങ്കിളും തുല്യമാണ് തെളിയിക്കാം. വി ക്യാൻ പ്രൂവ് ട്രയാങ്കിൾ CPB ആൻഡ് ട്രയാങ്കിൾ വാട്ട്? ദാറ്റ് ഈസ് CQD ആർ വാട്ട്? ഈക്വൽ. ട്രയാങ്കിൾ CPB ആൻഡ് CQD ആർ ഈക്വൽ. സിമിലർലി വി ക്യാൻ റൈറ്റ് ലൈക്ക് സിമിലർലി. അതുപോലെ ട്രയാങ്കിൾ CPB ആൻഡ് വാട്ട്? ട്രയാങ്കിൾ CQD ആർ വാട്ട്? ഈക്വൽ. Triangle CPB and CQD are what? Equal. So if these two triangles are equal, no doubt this BC and what? This CD are equal. CB and what? CD are equal. Therefore CB is equal to what? CD. നോക്കൂ, AB സമം എന്താണ്? CB ആണ്. AB എന്താണ്? CB ആണ്. CB എന്താണ്? അത് CD ആണ്. So this side is equal to this side. This side എന്താണ്? ഈ സൈഡ് അല്ലേ? മൂന്ന് വശം തുല്യമായില്ലേ? സിമിലർലി ഇവിടെ നമുക്ക് ഈ വശവും തുല്യമാണ്, ഈ വശവും എന്താണ്? ഈ വശവും തുല്യമാണ്. അപ്പോൾ മൂന്ന് വശം തുല്യമായില്ലേ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വശങ്ങളും തുല്യമാണ് തെളിയിക്കാം. അപ്പോൾ സിമിലർലി വി ക്യാൻ പ്രൂവ് ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഒക്ടഗൺ ആർ ഈക്വൽ. ഈ അഷ്ടഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് നമുക്ക് തെളിയിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സമ അഷ്ടഭുജമാണ്. Okay, therefore it is what? A regular octagon. ഈ ഒക്ടഗന്റെ ABCDFGH എന്ന ഒക്ടഗന്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. All sides are equal. So it is what? A regular octagon. Now our next heading is equal chords. തുല്യ ഞാണുകൾ. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? വാട്ട് ഈസ് എ കോഡ്? എന്തായിരുന്നു ഒരു ഞാണെന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണെന്ത്? ഞാണെന്ന് പറഞ്ഞത്. The line segment joining any two points on a circle is called what? A chord. See here, this is a chord. There are so many chords here. Here all what you can see, so many chords. And what is the relation between a chord and diameter? See, diameter is the longest chord. Diameter is the longest chord which passing through what? The center of the circle. ഒരു വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാനാണെന്ത്? അതിൻ്റെ വ്യാസം. അത് എവിടെ കൂടി കടന്നു പോകുന്നു? വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകും. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന നീളം കൂടിയ ഞാനിനെ എന്ത് പറയാം? നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഡയമീറ്റർ ഈസ് ദ ലോങ്ങസ്റ്റ് കോഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. സി ഹിയർ there are so many chords. So the one chord, this chord is what? Passing through the center. It's the longest chord. This is the longest chord. Now as the chords move away from the center, the length of the chord is what? Decrease. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് എന്താണ്? അകലത്ത് വരയ്ക്കുമ്പോൾ, ഞാണുകൾ അകന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഞാണുകളുടെ നീളം കുറഞ്ഞു വരും. ഇവിടെ നമ്മൾ കുറേ കോഡ്സ് വരച്ചിട്ടുണ്ടല്ലേ? ദീസ് ഓൾ ദ കോഡ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് അല്ലേ? ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ധാരാളം എന്ത് വരച്ചിട്ടുണ്ട്? കോഡുകൾ വരച്ചു, ഞാനുകൾ വരച്ചിട്ടുണ്ട് അല്ലേ? ദിസ് ഈസ് ദ ഡയമീറ്റർ. ഓക്കെ, പാസിംഗ് ത്രൂ ദ സെൻറ്റർ. ആൻഡ് ദീസ് കോഡ്സ് ആർ മൂവ് away from the center. The length is what? Decrease. Here also we draw what? So many chords, and this is the diameter. Other chords are what? Move away from the center. The length is what? Decrease. ഒരു വൃത്തത്തിലെ ഏത് ഞാണുകളായിക്കോട്ടെ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവയുടെ നീളം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് വരുന്നു. As the
chord move away from the center, the length of the chord what? Decrease. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പരിഗണിക്കുക. എന്താണ് നോക്കൂ, വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് ഇവിടേക്കുള്ള അകലം നമ്മൾ പരിഗണിക്കുക. ഇവിടുന്ന് ഇവിടേക്ക് നോക്കൂ അല്ലേ, ഈ രണ്ട് അകലവും തുല്യമാണ് സങ്കല്പിക്കുക. ഈ അകലവും എന്താണ് തുല്യമാണെങ്കിൽ, അതായത് വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലുള്ള രണ്ട് ഞാണുകളുണ്ടെങ്കിൽ, രണ്ട് കോഡ് ഉണ്ടെങ്കിൽ അവയുടെ നീളം തുല്യമായിരിക്കുമോ? വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാണുകൾ തുല്യ നീളമുള്ളവയായിരിക്കണം. The chords which are equal distance from the center, equal length ആയിരിക്കുമോ എന്ന ഒരു ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത് ജോമെട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ അളന്ന് നോക്കുകയാണെങ്കിൽ, സപ്പോസ് വി ആർ മെഷറിങ്, വി ക്യാൻ സീ വാട്ട് ലെങ്ത് ഓഫ് ദിസ് കോഡ് ഈസ് ഈക്വൽ വാട്ട് ലെങ്ത് ഓഫ് ദിസ് കോഡ്. പക്ഷേ അതൊരു പ്രൂഫല്ല. ഒരു ജോമെട്രിയിൽ ഒരു തിയറം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? വി നീഡ് എ പ്രൂഫ്. നൗ സീ ഓൺ ദ ബോർഡ് ഹിയർ there is a circle, okay, the center what O, and there are two chords. One is what, let AB and what CD are two chords. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി എന്ന അല്ലെങ്കിൽ സി ഡി എന്ന രണ്ട് ഞാണുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഈ സെൻറ്ററിൽ നിന്ന് എ ബി എന്ന ഞാണിലേക്കുള്ള അകലം, ലംബ ദൂരം, ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു വാട്ട് ദിസ് ഡിസ്റ്റൻസ്. So the perpendicular distance from the center to the chord is what? Equal. വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാണിലേക്കുള്ള അകലം എന്താണ്? തുല്യമാണ്. നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഞാണുകളും തുല്യ നീളമുള്ളവയായിരിക്കുമോ? തന്നിരിക്കുന്ന രണ്ട് കോഡുകളും എന്താണ്? തുല്യ നീളമുള്ളവയായിരിക്കും. ഈസ് എ ബി ആൻഡ് സി ഡി ഈക്വൽ എന്നാണ് ചോദിക്കാം. ഇഫ് എ ബി ഈസ് ഈക്വൽ ടു സി ഡി. സോ വി ട്രൈ ടു പ്രൂവ്. We join this AO and also we join what? CO. Now here there are two right triangles. One is what? Right triangle AOC and one is what? Right triangle COC. AO, suppose this point is M and what? CON. Okay. So right triangle AOM and what? CON. So we take now first in triangle AOM, in triangle AOM. So in triangle AOM, by Pythagoras theorem, what is AM? By Pythagoras theorem, AM square is equal to OA square minus OM square. ആണല്ലോ, OA square minus OM square. See, in triangle AOM, since AOM is what? A right triangle, ഒരു മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ AM സ്ക്വയർ, പാദം സ്ക്വയർ സമന്താണ്? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആയിരിക്കും. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇൻ ട്രയാങ്കിൾ CON, CON എന്ന ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് CN ഹിയർ? CN സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് CN സ്ക്വയർ? OC square minus ON square. OC square minus what? ON square. അല്ലേ, പാദം സ്ക്വയർ സമന്താണ്? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. Now we compare this. Here AM square is equal to what? OA square. What is here? OC square. OA and OC here. See, OA is the radius and OC also what? Radius. So this OA and OC are what? Equal. So you can write what? OA and what? OC are equal. So this OA and OC are what? Equal. Again, what is OM and ON? It's already equal. OM is already equal to what? ON. Given that chords which are equidistant from center, അല്ലേ, സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലല്ലേ, അപ്പോൾ OM എന്താണ്? ON ആണ്. OM ഉം ON എന്താണ്? തുല്യമാണ്. നോക്കൂ, ഈ OM ഉം ഈ ON എന്താണ്? തുല്യമാണ്. OA ഈക്വൽ ടു എന്താണ്? OC ആണ്. ആൾസോ OM എന്താണ്? ON ആണ്. അപ്പോൾ OAയും OCയും ഈക്വൽ ആണ്, OM ഉം ONും ഈക്വൽ ആണ് എങ്കിൽ OA സ്ക്വയർ മൈനസ് OM സ്ക്വയർ ഈക്വൽ എന്താവണം? OC സ്ക്വയർ മൈനസ് ON സ്ക്വയർ ആവണം അല്ലേ. അതായത് ഇവിടെ കാണുന്ന ഇത്രയും ഭാഗം തുല്യമായതുകൊണ്ട് AM സ്ക്വയർ സമന്തായിരിക്കും CN സ്ക്വയർ ആയിരിക്കും. Therefore we can write what? AM square is equal to what? CN square.
എ എം സ്ക്വയർ എന്തായിരിക്കും സി എൻ സ്ക്വയർ. അപ്പോൾ എ എം സ്ക്വയർ ഈക്വൽ സി എൻ സ്ക്വയർ ആണെങ്കിൽ എ എം എന്തായിരിക്കും എ എം ഈസ് ഈക്വൽ എന്താണ് സി എൻ ആണ്. സോ എ എം ആൻഡ് വാട്ട് സി എൻ ആർ ഈക്വൽ. എന്നാൽ നമുക്കറിയാം എ എം ഈസ് ഹാഫ് ഓഫ് എ ബി ആണ്. എ എം എന്താണ് ഹാഫ് ഓഫ് എ ബി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഈസ് ബൈസെക്ട് ദ കോഡ്. സോ എ എം എന്താണ് എ എം ഹാഫ് ഓഫ് എ ബി ആണ്. ഇനി വാട്ട് ഈസ് സി എൻ? എന്താണ് ഹാഫ് ഓഫ് സി ഡി ആണല്ലോ. അപ്പൊ സി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഓഫ് സി ഡി ആണ്. കാരണം എന്താണ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം എന്ത് ചെയ്യുന്നു ഞാനിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വായിക്കും. അപ്പൊ സി എൻ എന്താണ് സി ഡിന് ഹാഫ് ആണ്. സോ എ എം സി എൻ തുല്യമാണ് അല്ലേ? എ എം എന്താണ് സി എൻ ആണ്. എ എം എന്താണ് എ ബിയുടെ ഹാഫ് ആണ്. സി എൻ എന്താണ് സി ഡിയുടെയും ഹാഫ് ആണ്. അതുകൊണ്ട് എ ബി സി ഡി എന്തായിരിക്കും തുല്യമായിരിക്കും. ദെർഫോർ എ ബി ഈസ് ഈക്വൽ എന്താണ് സി ഡി ആയിരിക്കും. എ ബി എന്തായിരിക്കും സി ഡി അല്ലേ? എ ബി എന്ന ഞാണും സി ഡി എന്ന ഞാണും എന്താണ് തുല്യമാണ്. സോ എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ കോഡ്സ്. എന്തുകൊണ്ടാണ് തുല്യമായ കാരണം? ബിക്കോസ് ദേ ആർ വാട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. സോ കോഡ്സ് വിച്ച് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ആർ ഈക്വൽ ലെങ്ത്. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ എന്തായിരിക്കും തുല്യ നീളമുള്ളവയായിരിക്കും. ഓർത്തിരിക്കുക, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഞാനുകളും എന്തായിരിക്കും തുല്യ നീളമുള്ളവയായിരിക്കും. സോ ഓൾ ദ കോഡ്സ് which are equal distance from center are equal in length. All the chords are which are equal distance from center are equal in length. This is very important concept. So we can stop today's class. See you on next class. So thank you very much for watching my videos.